കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, തെക്ക് ഭാഗത്തുള്ളൊരു പുളി നിന്നിരുന്നു, അത് ഞങ്ങൾ വെട്ടാൻ പോവാണ്, എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പഴയ കാലത്ത് ചില തറവാടുകളിൽ തെക്കുതുകൾ എന്ന് വിളിച്ചിരുന്ന പരദേവതാ സ്ഥാനങ്ങളുണ്ടായിരുന്നു. മിക്കവാറും പണ്ടത്തെ തറവാടുകളിലൊക്കെ തെക്കുതുകൾ വടക്കുതുകളൊക്കെ ഉണ്ടായിരുന്നു. തെക്കുതുകളിലാണ് മിക്കവാറും പരദേവതകളൊക്കെ വസിച്ചിരുന്നതും. അപ്പൊ ഈ പരദേവതകൾ വീടിന്റെ തെക്ക് വശത്തുള്ള സ്ഥാനങ്ങൾക്ക് തണലായി നിന്നിരുന്നത് കൊണ്ട് തെക്ക് ഈ പരദേവതകളെ ഇരുത്തിയിരിക്കുന്നതിൻ്റെ അവിടെ മിക്കവാറും ഒരു പുളി ഉണ്ടാവും. അതിന്റെ ചുവട്ടിലാണ് മിക്കവാറും ഈ ഇങ്ങനെയുള്ള പരദേവതകൾക്ക് ചെറിയ കൊട്ടിലോ അമ്പലോ ഒക്കെ പണിത് എല്ലാവരും ഇരുത്താറ്. അപ്പോൾ അവർക്ക് ആ പരദേവതകൾക്കൊരു തണലായിട്ട് നിന്നിരുന്നത് ഇതുപോലെയുള്ള പുളിമരങ്ങളാണ്. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞാൽ, ഈ പുളി വെട്ടിക്കഴിഞ്ഞാൽ, തെക്ക് ഭാഗത്തുള്ള പുളി ഐശ്വര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ പുളി വെട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള അവർക്ക് വെയിലടിക്കുകയും പരദേവതകൾക്ക് അവിടെയുള്ള ബിംബങ്ങളൊക്കെ വെയിൽ കൊണ്ട് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നല്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അത് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് എന്താണ്, തെക്ക് ഭാഗത്തുള്ള പുളി വെട്ടാൻ പാടില്ല, വെട്ടിയ ദോഷ എന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതല്ല സത്യം. പണ്ടുകാലം മുതൽ തന്നെ തെക്ക് പുറത്ത് പുളി നിന്നു കഴിഞ്ഞാൽ നിൽക്കുന്നത് ഐശ്വര്യമായിട്ടാണ് പണ്ട് എല്ലാവരും കരുതിയിരുന്നത്. ആരോഗ്യത്തിന് ദോഷകരമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന തെക്കൻ വെയിൽ വന്നു കഴിഞ്ഞാൽ, തെക്കുന്ന് വെയിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ആരോഗ്യത്തിന് എല്ലാവർക്കും അത് ദോഷമാണ്. രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലും പോലെയല്ല. ഉച്ചയ്ക്ക് തെക്കുന്ന് വെയിലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പൊ ഈ തെക്ക് നിന്ന് വെയിലടിക്കുമ്പോൾ തെക്ക് ഭാഗത്തുള്ള പുളി ഈ വെയിലിനെ തടഞ്ഞു നിർത്തും. ഈ തെക്ക് ഭാഗത്തുള്ള പുളി, അതുകൊണ്ട് തന്നെ ഈ പുളിയിലൊക്കെ ചില സമയത്ത് നല്ലപോലെ കായും ഉണ്ടാവും. ഈ തെക്ക് ഭാഗത്തുള്ള പുളിയിൽ നല്ലതുപോലെ കായ ഉണ്ടാകുന്ന കാര്യം നല്ലതുപോലെ വെയിലടിക്കാൻ തുടങ്ങും. ഈ വെയിലിനെ ഇത് തടഞ്ഞു നിർത്തും. അങ്ങനെ തെക്ക് പുറത്ത് നിൽക്കുന്ന പുളി ചെറിയ തോതിൽ നമുക്ക് തണൽ തരുന്നു എന്ന് മാത്രമല്ല, ഇത് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. എങ്ങനെ? നമ്മളിലേക്ക് വെയിൽ വരാതെ, നമ്മളെ വെയിൽ കൊള്ളാതെയൊക്കെ. ഇപ്പൊ നല്ല വെയിൽ, തെക്കൻ വെയിൽ അടിക്കുന്ന സമയത്ത് പുളി ഉണ്ടെങ്കിൽ അതിങ്ങനെ പുളി ആർത്തലച്ച് നിൽക്കുന്നതാണ്, ഈ വെയിൽ തടഞ്ഞു നിർത്തും. ആ സമയത്ത് നമ്മൾ പോയിട്ട് അവിടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ വെയിൽ നമ്മൾക്ക് ഏൽക്കില്ല. അപ്പൊ ആ സമയം അവിടെ ഒരു വീട് പണിയണം അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടണമെന്ന് വന്നാൽ പുളി മുറിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ തെക്കൻ വെയിലിനുള്ള ആ തടഞ്ഞു നിർത്താനുള്ള അതിന്റെ കഴിവും ശക്തിയും കൊണ്ട് തന്നെയാണ് തെക്ക് ഭാഗത്ത് പുളി വെട്ടരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ ഈ തെക്ക് ഭാഗത്തുള്ള പുളി ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യദായകമാണ് എന്ന് പറയാൻ കാരണം അതാണ്. അത് നമ്മളെ ഒരു തരത്തിൽ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ആവശ്യമുള്ള തെക്കൻ കാറ്റിനെ ഭവനത്തിലേക്ക് കടത്തിവിടാനും ഈ മരം ഉപയോഗിക്കുന്നു. അപ്പോൾ വെയിലിനെ തടഞ്ഞു നിർത്തി തെക്ക് നിന്ന് കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് ആവശ്യമുള്ളത് ഈ മരത്തിൻ്റെ ഉള്ളിൽ കൂടി, പുളിമരത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് വെയിലോട് കൂടിയാണെങ്കിലോ ഭയങ്കര ശക്തിയായിരിക്കും, കാറ്റിന് ഭയങ്കര ചൂടായിരിക്കും. ഇത് ആവശ്യമുള്ള ഒരു തണുത്ത കാറ്റ് വെയിലിനെ തടഞ്ഞു നിർത്തി നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ തെക്ക് ഭാഗത്തുള്ള പുളിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ തെക്ക് ഭാഗത്തുള്ള പുളി എല്ലാ തരത്തിലും നമുക്ക് ഐശ്വര്യം കൊണ്ടുതരുന്നു എന്നാണ് പഴമക്കാർ പറഞ്ഞത്. അപ്പൊ ഇത് പറയുമ്പോൾ ഈ പുളി നമുക്ക് ദോഷമാണോ ഗുണമാണോ എന്നതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. അതവിടെ നിൽക്കുന്നത് കൊണ്ട് അത് വളരെ നല്ലതാണ്. ആ നല്ലതാണ് എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഐശ്വര്യമുള്ളതാണ്, അത് വെട്ടിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വീട് പണിയണമെന്ന് വന്നാൽ പുളി വെട്ടിയല്ലേ പറ്റൂ. അപ്പൊ അത് വെട്ടുമ്പോൾ നമ്മളിലേക്ക് തെക്കൻ കാറ്റിന്റെ തണുത്ത കാറ്റിന്റെ ഇത് ചൂട് കാറ്റായി മാറും. ആ വെയിൽ നേരിട്ട് നമ്മളിലേക്ക് അടിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് തെക്ക് ഭാഗത്തുള്ള പുളി വെട്ടുന്നത് ദോഷമാണ് എന്ന് പറയാൻ കാരണം.